നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ സഞ്ജു സാംസണിന്റെ സെഞ്ചുറി കാണാനെത്തിയ ഇന്ത്യൻ ആരാധകരെ കാത്തിരുന്നത് ഇഷാൻ കിഷന്റെ ഇടിവെട്ട് സെഞ്ചുറി. 3-ാം നമ്പറിൽ ഇറങ്ങിയ അദ്ദേഹം വെറും 42 ബോളിലാണ് ഇന്ത്യൻ കുപ്പായത്തിലെ തന്റെ കന്നി സെഞ്ചുറി കണ്ടെത്തിയത്. വെറും 43 ബോളിൽ 10 കൂറ്റൻ സിക്സറും 6 ഫോറും ഉൾപ്പെട്ടതായിരുന്നു ഇഷാന്റെ തീപ്പൊരി ഇന്നിംഗ്സ്. ഈ പ്രകടനത്തോടെ വരാനിരിക്കുന്ന ICC T20 ലോകകപ്പിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ഓപ്പണർ സ്ഥാനവും അദ്ദേഹം ഭദ്രമാക്കിയിരിക്കുകയാണ്. ഇതോടെ സഞ്ജുവിന്റെ സ്ഥാനം ഒരുപക്ഷെ ബെഞ്ചിലുമായിരിക്കും. ഈ മത്സരത്തിൽ അല്പം പതിഞ്ഞ താളത്തിൽ തുടങ്ങിയ ശേഷമായിരുന്നു ഇഷാൻ കത്തിക്കയറിയത്. കന്നി സെഞ്ചുറിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആ കുതിപ്പെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 5-ാം T20യിൽ പതിവ് തെറ്റിക്കാതെ സഞ്ജു സാംസൺ പവർപ്ലേയിൽ തന്നെ ക്രീസ് വിട്ടതോടെ 3-ാം ഓവറിൽ 1 ഡൌണായി ഇഷാൻ കിഷൻ ബാറ്റിംഗിനെത്തി. ലോക്കി ഫെർഗൂസൻ എറിഞ്ഞ 3-ാം ഓവറിലെ 5-ാമത്തെ ബോളിലാണ് സഞ്ജു വീണത്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ പിച്ചുമായി പൊരുത്തപ്പെടാൻ ഇഷാൻ വളരെ ശ്രദ്ധയോടെയാണ് തുടങ്ങിയത്. ആദ്യത്തെ 16 ബോളിൽ വെറും 18 റൺസ് മാത്രമേ അദ്ദേഹം സ്കോർ ചെയ്തുള്ളൂ. പക്ഷേ അതിനുശേഷം ഇഷാൻ ടോപ്പ് ഗിയറിലേക്ക് കയറുന്നതാണ് കണ്ടത്. വെറും 27 ബോളിൽ താരം വാരിക്കൂട്ടിയത് 85 റൺസാണ്. ഇഷാന്റെ തനിനിറം കണ്ടത് ഇന്ത്യൻ വംശജനായ സ്പിന്നർ ഇഷ് സോധി എറിഞ്ഞ 12-ാം ഓവറിലായിരുന്നു. ഈ ഓവറിലെ 6 ബോളും ബൗണ്ടറി ലൈൻ ക്രോസ് ചെയ്തുവെന്നതാണ് ശ്രദ്ധേയമായ കാര്യം. 29 റൺസാണ് ഈ ഓവറിൽ ഇന്ത്യ വാരിക്കൂട്ടിയത്. ഇതിൽ 28 റൺസും ഇഷാന്റെ ബാറ്റിൽ നിന്നായിരുന്നു. ഒരു വൈഡെറിഞ്ഞ് സോധിയും ഇന്ത്യയെ സഹായിച്ചു. ആദ്യ ബോളിൽ വൈഡുമായാണ് കിവി സ്പിന്നർ തുടങ്ങിയത്. ഇതിനുശേഷം 4-4-4-6, 4-6-6 എന്നിങ്ങനെയായിരുന്നു ഇഷാന്റെ ബാറ്റിൽ നിന്നുള്ള ഷോട്ടുകൾ. ഓവറിലെ ആദ്യ ബോളിലെ 4-ലൂടെ തന്നെ അദ്ദേഹം കന്നി സെഞ്ചുറിയും കണ്ടെത്തിയിരുന്നു. 16-ാം ഓവറിൽ ഇഷാനെ പുറത്താക്കാൻ ഗ്ലെൻ ഫിലിപ്സിന് ഒരു അവസരം ലഭിച്ചിരുന്നു. ഡീപ് മിഡ് വിക്കറ്റിൽ ബൗണ്ടറി ലൈനിന് തൊട്ടരികിലാണ് ഫിലിപ്സിന്റെ കൈകളിൽ നിന്നും അദ്ദേഹം വഴുതിപ്പോയത്. പിന്നാലെ ഇഷാൻ തന്റെ സെഞ്ചുറിയും പൂർത്തിയാക്കുകയായിരുന്നു. മിച്ചൽ സാൻഡ് നിറഞ്ഞ 17-ാം ഓവറിലെ 5-ാമത്തെ ബോളിൽ സിക്സറുമായി ഇഷാൻ 97-ലെത്തി. തൊട്ടടുത്ത ബോളിൽ വീണ്ടും ഒരു സിക്സറിലൂടെ അദ്ദേഹം സെഞ്ചുറിയെന്ന സ്വപ്നവും യാഥാർത്ഥ്യമാക്കി. 2 വർഷത്തിലേറെ ഇന്ത്യൻ ടീമിന് പുറത്തിരുന്ന ശേഷമാണ് ന്യൂസിലാൻഡുമായുള്ള ഈ പരമ്പരയിലൂടെ ഇഷാൻ കിഷൻ മടങ്ങിയെത്തിയത്. ഇതിന് അദ്ദേഹത്തെ സഹായിച്ചത് ആഭ്യന്തര ക്രിക്കറ്റിലെ മിന്നുന്ന പ്രകടനമാണ്. ദേശീയ ടീമിന് പുറത്തായ ശേഷം കളിച്ച എല്ലാ ടൂർണമെന്റുകളിലും ഇഷാൻ സെഞ്ചുറി നേടിയെന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ബുച്ചി ബാബു ട്രോഫി, ദുലീപ് ട്രോഫി, രഞ്ജി ട്രോഫി, വിജയ് ഹസാരെ ട്രോഫി, IPL, സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി തുടങ്ങിയവയിലെല്ലാം സെഞ്ചുറിയോടെ മിന്നിച്ച ശേഷമാണ് ഇപ്പോൾ ഇന്ത്യൻ ജേഴ്സിയിലും ഇഷാൻ 100 അടിച്ചത്. ഇതൊക്കെയാണ് ഫ്രണ്ട്സ് യഥാർത്ഥ കംബാക്ക്. കളിച്ച എല്ലാ ഫോർമാറ്റിലും സെഞ്ചുറി അടിച്ചുകൂട്ടി സെലക്ടർമാരുടെ വാ അടപ്പിച്ചുകൊണ്ടാണ് ഇഷാൻ കിഷൻ തന്റെ വരവ് അറിയിച്ചിരിക്കുന്നത്. ഈയൊരു ഫോം കണ്ടാൽ വരാനിരിക്കുന്ന വേൾഡ് കപ്പിൽ ഇഷാൻ കിഷൻ തന്നെയായിരിക്കും ഇന്ത്യയുടെ മെയിൻ പ്ലെയർ എന്ന കാര്യത്തിൽ സംശയമില്ല.